ഹായ് ഗൈസ്, കൃഷിയിടത്തിന്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ മാവിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതില് വലവെട്ടി പുഴു ഇത് നോക്കി, ഇതിൻ്റെ അത് പുഴുക്കളുണ്ടായിരുന്നു നേരത്തെ. അപ്പം അത് നമ്മൾ ഒരു ഡോസ് അടിച്ചായിരുന്നു മരുന്ന്. ഇത് അടിച്ചതിന് ശേഷം വന്ന ഇലകളാണ് ഇത്. കണ്ട, ഇതൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കണ്ട, ഇതിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. കണ്ട, അപ്പോൾ നമ്മൾ ഒരു ഡോസും കൂടെ അടിക്കണം. ഒരു ഡോസും കൂടെ അടിച്ചാൽ മാത്രമേ നമ്മളെ ഇതിൻ്റെ ഈ പുഴുക്കൾ ശല്യം മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ഈ സാധനമാണ് ഉപയോഗിച്ചത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞുതരാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ടാണ് ഇത് പറയാത്തത് നേരത്തെ. അപ്പം നമുക്ക് ഇതിലൊന്ന് സ്പ്രേ ചെയ്ത് കാണിച്ചു. ഇനി ഉള്ള ഇലയിലെല്ലാം അടിച്ചു കൊടുക്കാം. മൊത്തത്തിൽ അടിച്ചേക്കണതായിരിക്കും ഏറ്റവും നല്ലത്. പുതിയ ഇലകളിൽ കൂടുതലായിട്ട് അടിക്കണം. എന്തായാലും 100% റിസൾട്ട് ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഇത് ഓവറായിട്ട് നമ്മളെ വെള്ളത്തിൽ കലക്കരുത്. ഇത് കാരണം ഇപ്പം 2 ml നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളൂ. അത് ഈ കൂടുതലൊന്നും കലക്കരുത്. കാരണം ഇപ്പോഴും തൽക്കാലം ആദ്യത്തെ സ്റ്റെപ്പിലുള്ള പുഴുക്കൾ പോകാനുള്ള എല്ലാം ഇതിലുണ്ട്. ഇനി കൂടുതൽ അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പുഴുക്കൾക്ക് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മരുന്ന് നമ്മൾ ഓവർ ഡോസേജ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഇത്ര ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ഇത് പുഴുക്കൾ വരാനുള്ള സിംറ്റംസ് ഒക്കെ അറിയാമല്ലോ ഇല്ലേ. ഇതിന്റെ ഇലകളെല്ലാം ഒടിഞ്ഞു പോകും താനെ. ചില കടിച്ചതിന്റെ പാടൊക്കെ കാണും. അപ്പൊ നമുക്ക് പുഴുക്കളുണ്ടെന്ന് തന്നെ ഉറപ്പിക്കാം. പിന്നെ വീടിന്റെ അടുത്തുള്ള വളക്കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കാണിച്ചതല്ലേ വളപ്പൊടി മരുന്ന്, അത് കിട്ടാന്നുള്ളേ ഉള്ളൂ. കടിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇളകി കളയാനാണ്. പിന്നെ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ വൈകുന്നേരം സമയത്ത് സ്പ്രേ ചെയ്യുക. അവിടെ കൂടുതലും രാവിലെ അടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പിടിക്കുന്നതിൻ്റെ എമൗണ്ട് കുറയും. ഇലയിൽ പിടിക്കുന്ന അപ്പം നമ്മൾ ഇതെന്തായാലും മരുന്ന് അടിച്ചിട്ടുണ്ട്. ഇതെന്തായാലും നല്ല റിസൾട്ട് എന്തായാലും ഉറപ്പായിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു. നമ്മൾ ഇതിൻ്റെ ഇല ഇളകി കളയണ കണ്ട, ഇതുണ്ട പുതിയ ഇല പെട്ടെന്ന് വന്ന കണ്ട. അപ്പോൾ വേര് പിടിക്കാൻ നമുക്ക് സമയം കുറച്ച് മതി. ഇങ്ങനെ ഇലയെല്ലാം കളഞ്ഞിട്ട് കമ്പ് നട്ട് കഴിഞ്ഞു. അപ്പോൾ പുതിയൊരു വീഡിയോ ഉണ്ടെന്ന് തന്നെ കാണാം.